നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് ഇന്ന് മന്ത്രിസഭ അംഗീകരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും സംസ്ഥാന സർക്കാരിനോടുള്ള സമീപനങ്ങളെയും വിമർശിക്കുന്നതാണ്. സമീപനങ്ങൾക്കും എതിരായ വിമർശനങ്ങൾ അടങ്ങുന്നതുമാണ് കരട് റിപ്പോർട്ട്. ഗവർണറിൽ നിന്ന് എതിർപ്പ് പ്രതീക്ഷിക്കുന്നതിനാൽ ഏറെ കരുതലോടെയാണ് കരട് തയ്യാറാക്കിയത്. ഈ മാസം 25-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങുക. വർഷാരംഭത്തിലെ നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഗവർണറുടെ പ്രസംഗമെന്ന് അറിയപ്പെടുന്നെങ്കിലും കരട് പ്രസംഗം തയ്യാറാക്കി അംഗീകരിച്ച് നൽകുന്നത് മന്ത്രിസഭയുടെ ചുമതലയാണ്. ഇതനുസരിച്ചാണ് ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് അംഗീകാരത്തിനായി പരിഗണിക്കുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയാണ് കരട് പ്രസംഗം തയ്യാറാക്കിയത്. ഇത് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്ത് അന്തിമമാക്കും. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം എല്ലാ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലെയും മുഖ്യ ചേരുവയാണ്. ഇത്തവണയും മാറ്റമുണ്ടാകില്ല. കേന്ദ്ര അവഗണനയും വായ്പാപരിധി വെട്ടിക്കുറച്ചു മൂലമുള്ള പ്രതിസന്ധികളുമെല്ലാം പ്രസംഗത്തിൽ പരാമർശിക്കുമെന്നാണ് സൂചന. സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം തീർത്തും വഷളായ സാഹചര്യത്തിൽ കേന്ദ്ര വിമർശനം അതേപടി അംഗീകരിക്കാനോ വായിക്കാനോ ഗവർണർ തയ്യാറാകുമെന്നത് സംശയമാണ്. കരട് പ്രസംഗത്തിലെ പരാമർശത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടാൻ ഗവർണർക്ക് കഴിയും. എന്നാൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമെന്ന നിലപാടെടുത്താൽ തിരുത്താനാകില്ല. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം ഗവർണർ വായിക്കണമെന്നാണ് പ്രമാണം. എതിർപ്പുള്ള ഭാഗം വായിക്കാതെ വിടുകയോ വിയോജിപ്പ് പരസ്യമാക്കിക്കൊണ്ട് വായിക്കുകയോ ചെയ്യാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 2022 നയപ്രഖ്യാപന പ്രസംഗ തലേന്ന് പ്രസംഗത്തിൽ ഒപ്പുവയ്ക്കാൻ ഉപാധി വെച്ച ചരിത്രമുള്ളയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറുടെ അപ്രീതിക്കിരിയായ പൊതുഭരണ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നീക്കിക്കൊണ്ടാണ് സർക്കാർ ഗവർണറെ അന്ന് മെരുക്കിയത്. ഇത്തവണ അത്തരം നാടകീയ സംഭവങ്ങൾ ആവർത്തിക്കുമെന്നതാണ് എല്ലാവരുടെയും ആകാംക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.